മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീനയും സ്റ്റാൻലിയും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. ആ സമയത്ത് അലീന സ്റ്റാൻലിയോട് ചോദിക്കും, പപ്പ ആരാണ് കാറിൽ വരുന്നത്? ആ സമയത്ത് സ്റ്റാൻലി പറയും, അത് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും ആരോ ആണ്, ഇനിയും പ്രശ്നമുണ്ടാക്കാൻ ആരെങ്കിലും വരികയായിരിക്കും എന്ന് പറയും. അങ്ങനെ കാറ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തി കാറിൽ നിന്നും ഇറങ്ങുന്നത് ടാനിയ ആയിരിക്കും. ആ സമയത്ത് അലീന ചോദിക്കും സ്റ്റാൻലിയോട്, ആരാണ് പപ്പ എന്ന്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അത് എൻ്റെ മകള്, അതായത് നിൻ്റെ അനിയത്തി ടാനിയ ആണെന്ന് പറയും. അങ്ങനെ ടാനിയ ആ കാറിൽ നിന്നും ഇറങ്ങി അകത്തോട്ടേക്ക് ദേഷ്യത്തോട് കൂടി കയറി വരുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി, ടാനിയ മോളോ എന്താ ഇങ്ങോട്ടേക്കൊക്കെ വന്നത്? ഈ പപ്പയൊക്കെ ഓർമ്മയുണ്ടോ? ഇങ്ങോട്ടേക്കൊന്നും നീയൊന്നും വരാറില്ലല്ലോ, നീ എപ്പോഴും നിൻ്റെ മമ്മിയുടെ കൂടെയല്ലേ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ടാനിയ പറയും, പപ്പ വല്ലാതൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, പപ്പയ്ക്ക് ഞങ്ങളെ കാണാൻ ആഗ്രഹമൊന്നുമില്ലല്ലോ, ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഇവളെ പോലെയുള്ളവളെയൊക്കെ ഈ വീട്ടിൽ താമസിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, ടാനിയ നീ സംസാരിക്കുമ്പോൾ വാക്കുകളെല്ലാം സൂക്ഷിച്ച് സംസാരിക്ക്. ആ സമയത്ത് ടാനിയ പറയും, ഇത്രയും കാലം പപ്പയെക്കുറിച്ച് ഒരു അഭിമാനവും എല്ലാം ഉണ്ടായിരുന്നു, എങ്കിലും ഇപ്പം അതെല്ലാം പപ്പ നശിപ്പിച്ചു. ഇപ്പം എവിടെന്നോ ഒരുത്തിയെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിനൊക്കെ അർത്ഥം? ഞങ്ങൾക്ക് എന്താ കോളേജിൽ പോകണ്ടേ? കോളേജിൽ ആളുകളെല്ലാം എന്തെല്ലാം പറയും? ഞങ്ങൾക്ക് പള്ളിയിൽ പോവണ്ടേ? അവിടെ വെച്ച് പലവരും പലതും സംസാരിക്കും, അതെല്ലാം കേൾക്കണ്ടേ എന്ന് പറയുകയാണ്. റീത്താമ്മ ആൻറ്റിയും അങ്കിൾമാരും എല്ലാവരും പറയുന്നുണ്ട്, പപ്പയ്ക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണത്രേ ഇവള്, അതും ഏതോ ഒരു അവിഹിത ബന്ധത്തിൽ. ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെയും 3 മക്കളുണ്ട്, അവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ടാനിയ ദേഷ്യത്തോട് കൂടി സ്റ്റാൻലിയോട്. ആ സമയത്ത് സ്റ്റാൻലി പറയും, ഇത് നിൻ്റെ ചേച്ചിയാണ് അലീന, അതുപോലെ തന്നെ ആയിരിക്കണം നിനക്കും, അവൾക്കും നിങ്ങൾ ഒരു അനിയത്തിമാരെ പോലെ തന്നെ ആയിരിക്കും, വേറെ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾക്കുള്ള അതേ സ്ഥാനവും അവകാശങ്ങളും ഇവൾക്കുമുണ്ട്, ഇവൾക്കുള്ള അതേ അധികാര അവകാശം നിങ്ങൾക്കുമുണ്ട്. ഇവൾ വന്നെന്ന് കരുതി നിങ്ങൾക്ക് ഉള്ളത് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, അവൾക്ക് അതിനൊന്നും വേണ്ട. ആ സമയത്ത് അലീന പറയും, ടാനിയ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിക്കുകയാണ്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി ടാനിയ കൈ വിടും. നീ എന്തിനാടി എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത്? അത് കാണുമ്പോൾ അലീനയ്ക്ക് സങ്കടം വരികയാണ്. ആ സമയത്ത് സ്റ്റാൻലി ടാനിയോട് പറയും, ടാനിയ നീ നിൻ്റെ റീത്താമ്മയുടെ കൂടെ നിന്ന് നീ നശിച്ചു പോയിട്ടുണ്ട്. ഓരോരുത്തരോട് സംസാരിക്കേണ്ട രീതികളുണ്ട്, ആ രീതിക്ക് നീ സംസാരിക്കാൻ നോക്ക്. ഇത് നിൻ്റെ ചേച്ചിയാണ്, നിൻ്റെ 2-3 വയസ്സിന് മൂത്തതാണ് അവൾ. നീ ദേഷ്യപ്പെടുമ്പോൾ സൂക്ഷിച്ച് ദേഷ്യപ്പെടുക എന്ന് പറയുകയാണ്. ആ സമയത്ത് ടാനിയ പറയും, ഇവൾ എൻ്റെ ചേച്ചിയോ? അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. പപ്പയ്ക്ക് 3 മക്കളുള്ളൂ, അതിൽ കൂടുതൽ ഇനി വേണ്ട എന്നൊക്കെ പറയുകയാണ് ടാനിയ. ആ സമയത്ത് സ്റ്റാൻലി പറയും, നീ ഇത് പറയാനും വേണ്ടി നിൻ്റെ റീത്താമാൻറ്റി ഇങ്ങോട്ടേക്ക് അയച്ചതായിരിക്കുമല്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് ടാനിയ പറയും, എന്നെ ആരും ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ എനിക്ക് ആയിട്ടുണ്ട് പപ്പ. എനിക്കിപ്പോൾ എത്ര വയസ്സായി അറിയില്ലേ? 20 വയസ്സായി. അപ്പോൾ അതിനനുസരിച്ചുള്ള പക്വതയൊക്കെ എനിക്കുണ്ട്. പപ്പ പണ്ട് കണ്ടിരുന്ന ടാനിയ അല്ല ഇപ്പോൾ, എന്ത് കണ്ടാലും പ്രതികരിക്കാനും എല്ലാം എനിക്കിന്ന് അറിയാം എന്ന് പറയുകയാണ് ടാനിയ. ടാനിയ സ്റ്റാൻലിയോട് പറയും, എത്രയും പെട്ടെന്ന് ഇവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നോക്ക്, അല്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ് ഇവളുടെ അമ്മ വരും, പിന്നെയും വേറെ മക്കളുണ്ടെന്ന് പറഞ്ഞിക്കാണ്ട് ഓരോരുത്തർ കയറി വരും. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വരികയാണ്. സ്റ്റാൻലി ടാനിയോട് പറയും, നീ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്ക്. നീ ഇവിടേക്ക് ഇപ്പോൾ എന്തിനാ വന്നത്? ഇവളെ ഇറക്കി വിടാനല്ലേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിൻ്റെ റീത്താമാൻറ്റിയോട് പറഞ്ഞേക്ക്, ആ ആഗ്രഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഈ സ്റ്റാൻലി ജോസഫ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. എൻ്റെ മകൾ എൻ്റെ കൂടെ എല്ലാ സൗഭാഗ്യങ്ങളോടു കൂടി ഒരു രാജകുമാരിയെ പോലെ ഇവിടെ വാഴും. നിനക്കും നിൻ്റെ സഹോദരങ്ങൾക്കും ഇവിടെ വന്ന് നിൽക്കാലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന്? നിങ്ങൾ നിങ്ങളുടെ മമ്മിയുടെ കൂടെ പോയി, അത് എൻ്റെ തെറ്റല്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ടാനിയ പറയും, എങ്ങനെ ഞങ്ങൾ പപ്പയുടെ കൂടെ നിൽക്കുക? 24 മണിക്കൂറും പപ്പ മദ്യപിച്ചിട്ടല്ലേ, എങ്ങനെ ഞങ്ങൾ പപ്പയുടെ കൂടെ നിൽക്കുന്നത്? ഞങ്ങൾക്ക് പഠിക്കണം, അതിനെല്ലാമുള്ള സൗകര്യമുണ്ട് ഇവിടെ. 24 മണിക്കൂറും പട്ടികളും അതുപോലെ മദ്യപാനം മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ ഇവിടെ നിൽക്കാനാ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ അലീന ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ
സ്റ്റാൻലി പറയും, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിൻ്റെ മമ്മിയും അതുപോലെ നിൻ്റെ റീത്താം ആൻറ്റിയാണ്. നിൻ്റെ റീത്താം ആൻറ്റി എന്താ പറയുന്നത് മാത്രമേ നിൻ്റെ മമ്മി കേൾക്കുകയുള്ളൂ. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നോ ഞാനും നിൻ്റെ മമ്മിയും? ഇതെല്ലാം മാറ്റിമറിച്ചത് ആരാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കാൻ ടാനിയ നീ നിൽക്കണ്ട. ഇപ്പോൾ നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞില്ലേ. ഒന്നെങ്കിൽ നല്ല നിലയിൽ നിനക്ക് ഇവിടെ നിൽക്കാം, അതുമല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് പറയുകയാണ്. ഇല്ല എങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ മക്കളാണ് എന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ടാനിയ പറയും, പാപ്പയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്. ഇവളെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടാൻ നോക്ക്, ഇല്ലെങ്കിൽ പാപ്പയ്ക്ക് പലതും നഷ്ടപ്പെടും. അത് മനസ്സിലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ടാനിയ അവിടെ നിന്നും പോകും. പിന്നെ ടാനിയ പോയതിനു ശേഷം അലീന സ്റ്റാൻലിയോട് പറയും, എന്തിനാ അവർ പപ്പയെ ഇങ്ങനെ വെറുക്കുന്നത്, പപ്പയുടെ മക്കളല്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, ആ റീത്താമ്മയല്ലേ കഴിഞ്ഞ ദിവസം വന്ന, അവൾ എൻ്റെ മക്കളെ എന്തൊക്കെയോ പറഞ്ഞ് വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ഭാര്യയെയും. അവൾക്ക് കുടുംബമില്ല, ഉള്ളവരുടെ കുടുംബം നശിപ്പിക്കുക എന്നുള്ളതാണ് ആ റീത്താമ്മയുടെ ലക്ഷ്യം. എൻ്റെ പണത്തിന് അവർക്ക് ആവശ്യമാണ്. മാസത്തിൽ അവർ ചോദിക്കുന്ന പണം ഞാൻ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മക്കളുടെ സ്കൂൾ ഫീസ്, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് ചിലവാക്കുന്നത്. പക്ഷേ ഒരു തരിമ്പ് പോലും അവർക്ക് എന്നോട് സ്നേഹമില്ല. പക്ഷേ അവരുടെ മനസ്സിലുണ്ടാകും, പക്ഷേ അവർക്കത് പുറത്ത് കാട്ടാനും പറ്റില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, ഇന്നാൾ ടെൽസ കൊച്ചു വന്നപ്പോൾ പറഞ്ഞല്ലോ, അവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ട്. അവൾക്ക് കുറച്ചെങ്കിലും ഒരു സ്നേഹമുള്ളൂ എന്നോട്. പക്ഷേ അതിനും ആ റീത്താമ്മ അനുവദിക്കില്ല. എൻ്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, ഇതിനെല്ലാം കാരണം ഞാനല്ലേ പപ്പ. ഞാൻ തിരികെ പോകുന്നതായിരിക്കും നല്ലത്. എങ്കിൽ ഈ കുടുംബം നല്ലതുപോലെ പോകില്ലേ. ആ സമയത്ത് സ്റ്റാൻലി പറയും, അലീന, നീ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാൻ നോക്ക്. നീ വന്നതിന് ശേഷമാണോ ഇങ്ങനെയെല്ലാം ഉണ്ടായത്? ഇതിന് മുന്നേയും ഇങ്ങനെ തന്നെയാണ്. നീ വന്നതിന് ശേഷമാണ് ഞാൻ സന്തോഷം ഒന്നും കൂടി ഒന്ന് അറിഞ്ഞു തുടങ്ങിയത്. നീ പോയി കഴിഞ്ഞാൽ ഞാൻ പറ്റെ തളർന്നു പോകും. നീ പോയാലും വന്നാലും എന്ത് ചെയ്താലും അവർ ഇങ്ങനെ തന്നെയാണ്. ഒന്നും കൂടി കൂടി എന്നല്ലാതെ അതിന് യാതൊരു കുറവും വരാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഭാര്യ, അവളൊരു പാവാണ്. അവളുടെ ചേച്ചി, അതായത് റീത്താമ്മ, അവൾ പറയുന്നത് മാത്രമേ കേൾക്കൂ. പക്ഷെ അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൾക്കത് പുറത്ത് കാട്ടാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.